കൊച്ചി കാക്കനാട് DLF ഫ്ളാറ്റിലെ വെള്ളത്തിൽ ഈ കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നു. കുഴൽക്കിണറിൽ നിന്നെടുത്ത സാമ്പിളിലാണ് ഈ കോളി സാന്നിധ്യം തിരിച്ചറിഞ്ഞത്. കുടിവെള്ള ടാങ്കറുകളിൽ നിന്ന് ശേഖരിച്ച സാമ്പിളിൽ ബാക്ടീരിയ ഇല്ല. കുഴൽക്കിണറിലെ വെള്ളവും കുടിവെള്ള ടാങ്കറിലെ വെള്ളവും ഒരുമിച്ച് കലർത്തുകയായിരുന്നു. വെള്ളത്തിന്റെ പരിശോധനാ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി ചേരുന്നു. സഹിൻ, ഞാൻ ഓർക്കുന്നു ഈ വർഷം തന്നെ ജൂൺ മാസത്തിൽ നമ്മൾ ഇതുപോലൊരു വാർത്ത DLFൽ നിന്നും റിപ്പോർട്ട് ചെയ്തത്. അപ്പോഴും ഈ കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം അവിടെ കണ്ടെത്തിയിരുന്നു. അതിനെ തുടർന്ന് നടപടികളൊന്നും സ്വീകരിച്ചില്ലേ? ഇപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു കണ്ടെത്തൽ ഉണ്ടായത്, എന്തുകൊണ്ടാണ് എന്നാണ് മനസ്സിലാക്കുന്നത്? തുടർ നടപടികൾ സ്വീകരിക്കാത്ത കാരണമാണോ ഈ രീതിയിൽ ഫ്ളാറ്റിൽ ജലം മലിനപ്പെട്ടിരിക്കുന്നത്? ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ജൂണിൽ നമ്മൾ ഇതേ ഫ്ളാറ്റിൽ ആളുകൾക്ക് ഭക്ഷ്യവിഷബാധയും ഒപ്പം തന്നെ അതിസാരവും പടർന്നു പിടിക്കുന്നതായി വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. അന്ന് 150ലധികം ആളുകൾക്കാണ് രോഗം പടർന്നു പിടിച്ചത്. അന്ന് ഈ രോഗം പിടിപെട്ട സമയത്ത് അതിലെ താമസക്കാർ തന്നെ ഈ അസോസിയേഷനെതിരെ രംഗത്ത് വന്നിരുന്നു. മാത്രമല്ല അസോസിയേഷനെതിരെ പോലീസിലടക്കം പരാതി കൊടുത്തതാണ്. പക്ഷേ കൃത്യമായ പരിശോധനകൾ നടത്തി എന്ന് നഗരസഭയും ഒപ്പം തന്നെ ആരോഗ്യ വിഭാഗവും അവകാശപ്പെടുമ്പോഴും അതിനെല്ലാം താൽക്കാലികമായി മാത്രമായിരുന്നു എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ്. അതാ വീണ്ടും അവിടെ രോഗം പടർന്നു പിടിച്ചിരിക്കുകയാണ്. 29ഓളം പേർക്ക് അതിസാരം പിടിപെട്ടു. അതിനൊടുവിൽ നഗരസഭയും ഒപ്പം തന്നെ ആരോഗ്യ വിഭാഗവും പരിശോധന നടത്തി. ഈ പരിശോധനയിലാണ് ഈ കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം കാര്യമായി തന്നെ കണ്ടെത്തിയിരിക്കുന്നത്. അതായത് DLF ഫ്ളാറ്റിലേക്ക് 3 രീതിയിലായിരുന്നു വെള്ളം എത്തിക്കുന്നത്. ഒന്ന്, ടാങ്കർ ലോറികളിൽ വെള്ളം എത്തിക്കുന്നു. മറ്റൊന്ന് കുഴൽക്കിണർ ഉപയോഗിച്ച്, മറ്റൊന്ന് മഴവെള്ള സംഭരണിയാണ് ഉണ്ടായിരുന്നത്. ഇതിൽ തന്നെ കുഴൽക്കിണറിലെ വെള്ളവും ഒപ്പം തന്നെ ടാങ്കർ ലോറിയിലെ വെള്ളവും ഒരുമിച്ച് കൊടുത്തതാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കുഴൽക്കിണറിൽ നിന്നും വെള്ളം എടുക്കുമ്പോൾ ആ വെള്ളം ശുദ്ധീകരിക്കുന്നതിന് വേണ്ട ഫിൽറ്റർ ഉണ്ടായിരുന്നു. ആ ഫിൽറ്റർ കഴിഞ്ഞ ഏതാനും നാളുകളായി കേടുപാട് സംഭവിച്ചു കിടക്കുകയാണ്. പക്ഷേ അത് നന്നാക്കാനുള്ള നടപടികളൊന്നും സ്വീകരിക്കാതെയാണ് ഈ 2 വെള്ളവും ഇടകലർത്തി ആളുകൾക്ക് വിതരണം ചെയ്തത്. എന്തായാലും 29ഓളം പേർക്കാണ് അതിസാരം പിടിപെട്ടത്. ഇതേ തുടർന്നായിരുന്നു ആരോഗ്യ വിഭാഗം പരിശോധന നടത്തിയതും. എന്തായാലും ഇപ്പോൾ DLF ഫ്ളാറ്റിൽ ആളുകൾ കുടിച്ച വെള്ളത്തിൽ ഈ കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം കാര്യമായി തന്നെ കണ്ടെത്തിയിരിക്കുകയാണ്. ആരോഗ്യ വിഭാഗം നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് അറിയിക്കുമ്പോഴും ഇതുവരെയും നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. ലക്ഷ്മി, ഇതുവരെയും DLF ഫ്ളാറ്റിൽ നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ് സഹിൻ ആന്റണി റിപ്പോർട്ട് ചെയ്യുന്നത്. സഹിൻ, മറ്റൊരു കാര്യം, ഇപ്പോൾ അവിടെ രോഗബാധ ഉണ്ടായിട്ടുണ്ടോ ഫ്ളാറ്റിൽ? അതുമായി ബന്ധപ്പെട്ട് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്മി, ഇന്നലെ വരെ 2 പേർക്ക് രോഗം പിടിപെട്ടിരുന്നു. അങ്ങനെ 29 പേർക്കാണ് ഇതിനോടകം രോഗം പിടിപെട്ടിരിക്കുന്നത്. ഇന്ന് രോഗികളുടെ എണ്ണമൊന്നുമില്ല എന്നുള്ള ഒരു ആശ്വാസകരമായ വാർത്ത തന്നെയാണ്. പക്ഷേ അതും ഇപ്പോഴും ഉറപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. ഇത്രയധികം ടവറുകൾ അവിടെയുണ്ട്. പല ടവറുകളിലെ ആളുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം നടക്കുന്നില്ല. അത്തരത്തിൽ സംസാരം നടന്നാൽ മാത്രമേ കൂടുതൽ ആളുകൾ, രോഗം പിടിപെട്ട ആളുകളെക്കുറിച്ചുള്ള വിവരം പുറത്തു വരികയുള്ളൂ. എന്തായാലും ഇന്നലെ വരെ രോഗികൾ ഉണ്ടായിരുന്നു. ലക്ഷ്മി, എന്ത് നടപടിയാകും ഈ കാര്യത്തിൽ സ്വീകരിക്കാൻ പോവുക അധികൃതർ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്. കൊച്ചി കാക്കനാട് DLF ഫ്ളാറ്റിലെ വെള്ളത്തിലാണ് ഈ കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത്. ജൂൺ മാസത്തിലും ഇതേപോലെ വാർത്ത DLFൽ നിന്നും പുറത്തു വന്നിരുന്നു. അവിടെ പലർക്കും രോഗബാധിതരാണ് എന്നുള്ളതാണ് പുറത്ത് വരുന്ന വിവരം. അത്യന്തം അപകടകരമായ സാഹചര്യമാണ് ഏതായാലും നിലനിൽക്കുന്നത്. ഫ്ളാറ്റ് അധികൃതരുടെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ നടപടിയും ഇതിനോടകം സ്വീകരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.